ഈ കൊച്ചി കോർപ്പറേഷനൊക്കെ എന്ത് തോലിയല്ലേ. വെറുതെ ആളുകൾക്ക് ഫ്ലാറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് 394 ഫ്ലാറ്റ് വെറുതെ കൊടുക്കുക. അതും കൊച്ചിയിലൊക്കെ ഒരു 5 സെന്റ് സ്ഥലം കിട്ടണമെങ്കിൽ എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുക്കണം. അവിടെയാണ് ഭൂമിയും വീടും ഇല്ലാത്ത 394 കുടുംബങ്ങൾക്ക് സ്വന്തമായിട്ട് ഫ്ലാറ്റ് കൊടുക്കുന്നത്. എന്തൊരു കഷ്ടാണ്. ഇവർക്ക് ഫ്ലാറ്റ് കൊടുക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് കോർപ്പറേഷന് ഫ്ലാറ്റൊക്കെ നിർമ്മിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപയ്ക്ക് അത് കൊടുക്കാമല്ലോ. അതുവഴി കോടികളുടെ വരുമാനമല്ലേ കോർപ്പറേഷന് കിട്ടാൻ പോകുന്നത്. ഇതൊന്നും ചെയ്യാതെ വീടും ഭൂമിയും ഇല്ലാത്ത പാവപ്പെട്ട മനുഷ്യന്മാർക്ക് 394 കുടുംബങ്ങൾക്ക് വെറുതെ ഫ്ലാറ്റ് കൊടുക്കുക. എന്ത് കഷ്ടം. മെഹബൂബ പാർക്കിലെ ആളുകൾ താമസിക്കുന്നത് ഇപ്പൊ ഇവിടെയാണ്. ഇനി അവർ താമസിക്കാൻ പോകുന്നത് അവിടെയാണ്. പുതിയ ഫ്ലാറ്റിലേക്ക് മാറി വെച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഇത് ഏത് നിമിഷം വേണമെങ്കിൽ ഇത് ഇടിച്ചു വീഴും. കാരണം അങ്ങനെയാണ് ഇതിന്റെ നിർമ്മാണമൊക്കെ നടന്നിട്ടുള്ളത്. പിന്നെന്ന് വെച്ചാൽ ഇവിടെ താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട്. കാരണം ബാത്റൂമിൽ വെള്ളം താഴെ ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ പരിസരമാണെങ്കിലും അത്ര ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ഈ വീട് കിട്ടിയതിൽ കോർപ്പറേഷനിലോട്ട് ഞാൻ നന്ദി പ്രവർത്തിക്കുന്നു. അങ്ങോട്ട് കയറിയിട്ടൊന്നുമില്ല, ഇവിടെ കയറി കണ്ടായിരുന്നു. കൽവത്തെ, കോഞ്ചേരി, തുരുത്തി കോളനിവാസികളുടെ പുനരധിവാസം ലക്ഷ്യം വെച്ച് കൊച്ചി കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഇരട്ട ഭവന സമുച്ചയങ്ങൾ ഇതാ ഉദ്ഘാടനത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു. അടുത്തു തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തുരുത്തിയിലെ ഫ്ളാറ്റുകൾ ജനങ്ങൾക്കായി സമ്മാനിക്കും. 12 നിലകളുള്ള ആദ്യത്തെ ഫ്ളാറ്റിൽ 199 പാർപ്പിട യൂണിറ്റുകളും 14 നിലകളുള്ള രണ്ടാമത്തെ സമുച്ചയത്തിൽ 195 പാർപ്പിട യൂണിറ്റുകളുമാണുള്ളത്. ഓരോ യൂണിറ്റിലും ഡൈനിങ്, ലിവിംഗ് ഏരിയ, ബെഡ്റൂം, കിച്ചൺ, ബാൽക്കണി, 2 ശുചിമുറി എന്നിവയുണ്ട്. ഇതിനു പുറമെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ലിഫ്റ്റുകളുമുണ്ട്. ഫ്ളാറ്റുകൾക്ക് താഴെ അംഗനവാടി, കടമുറികൾ എന്നിവയും നിർമ്മിച്ചിട്ടുണ്ട്.